ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് നൽകിയ പരാതിയുടെ വിശദാംശങ്ങൾ പുറത്ത് തന്റെ കൈ പിടിച്ചു കറക്കിയെന്നും ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നുമാണ് പരാതിയിൽ പറയുന്നത്. ഇപ്പോൾ ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അതിൽ ഹണി റോസ് വ്യക്തമായി പറയുന്നത് തന്റെ കൈ പിടിച്ച് ബോബി ചെമ്മണ്ണൂർ കറക്കിയെന്നും അതിൽ തന്റെ അനുവാദമില്ലെന്നും ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നുള്ളതുമാണ്. ഷബന സിയാദുണ്ട് വിശദാംശങ്ങളുമായി. ഷബന, എന്തൊക്കെയാണ് പരാതിയിൽ കൂടുതലായി ഹണി റോസ് പറയുന്നത്? ഈ പരാതിയിൽ ഹണി റോസ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൻ്റെ അനുവാദമില്ലാതെ സമ്മതമില്ലാതെ തൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു എന്നതാണ്. ഗുരുതരമായ ആരോപണം തന്നെയാണ് പരാതിയിൽ ഉന്നയിക്കുന്നത്. ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടന വേളയിൽ തനിക്ക് ഈ പ്രതിയായ ബോബി ചെമ്മണ്ണൂർ നെക്ലേസ് ധരിപ്പിച്ചു തന്നിരുന്നു. അതിനുശേഷം തൻ്റെ കയ്യിലും മറ്റും ശരീരഭാഗങ്ങളും അനുവാദമില്ലാതെ സ്പർശിച്ചു. പിന്നീട് അശ്ലീല ചുവയോടെ കമൻറ്റുകൾ നടത്തി. പൊതുജന മധ്യത്തിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപം ഉണ്ടായത്. നിരവധി ആളുകൾ ഈ ഷോറൂം ഉദ്ഘാടനത്തിനുണ്ടായിരുന്നു. അതിനുശേഷം ഒരു യൂട്യൂബ് ചാനൽ വഴിയും തനിക്കെതിരെ അശ്ലീല പ്രയോഗം നടത്തുകയും പല കമന്റുകൾ പറയുകയും ചെയ്തു. തന്നെ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ അധിക്ഷേപിക്കുകയായിരുന്നു. അതുകൊണ്ട് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന പരാതിയാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും ബോബി ചെമ്മണ്ണൂരിനെതിരെ BNS 75(1)(1) പ്രകാരമുള്ള കുറ്റകൃത്യം, അതോടൊപ്പം തന്നെ BNS 75(1)(4) പ്രകാരമുള്ള കുറ്റവും പോലീസ് ചുമത്തി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, ഇലക്ട്രോണിക് മീഡിയ വഴി അശ്ലീല പ്രചരണം നടത്തി എന്നതുമായി ബന്ധപ്പെട്ട് IT ആക്ടിലെ 67 സെക്ഷൻ പ്രകാരം കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഈ IT ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യം ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെങ്കിലും BNS പ്രകാരമുള്ള കുറ്റകൃത്യം എന്നത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമല്ല. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും ഇന്ന് തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കും എന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. മുതിർന്ന അഭിഭാഷകൻ B രാമപിള്ളയായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരാകുക. ഈ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് താൻ ആ രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പരാമർശം നടത്തുകയോ ചെയ്തിട്ടില്ല. പൊതുവായ കാര്യങ്ങൾ പറഞ്ഞതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ജാമ്യാപേക്ഷയിൽ ഉന്നയിക്കുക. ഏതായാലും പ്രോസിക്യൂഷൻ ഇതിന് ശക്തമായ എതിർവാദം തന്നെ ഉന്നയിക്കും. കാരണം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പിന്തുടർന്ന് ഈ രീതിയിൽ അപമാനിക്കുന്ന സമീപനമാണ് പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത്. ഒരു പക്ഷേ പോലീസിൽ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും എന്നാണ് പോലീസിൽ നിന്ന് അറിയുന്നത്. ഈ ഫോറൻസിക് പരിശോധനാ ഫലം കൂടി ലഭിക്കേണ്ട സാഹചര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടെങ്കിൽ കസ്റ്റഡി ആവശ്യപ്പെട്ടേക്കും. അല്ലെങ്കിൽ കോടതി റിമാൻഡ് ചെയ്താൽ ഈ ജാമ്യാപേക്ഷയിൽ ഇന്ന് തന്നെ ഒരു പക്ഷേ വാദം നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഈ ഘട്ടത്തിൽ ഹണി റോസിന്റെ പരാതിയുടെ കൂടുതൽ ഭാഗങ്ങളാണ് പുറത്തു വരുന്നത്, അതിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് പെർമിഷൻ ഇല്ലാതെ തന്റെ കൈ പിടിച്ച് കറക്കി എന്നും ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നതടക്കം ഈ പരാതിയിൽ വ്യക്തമായി ഹണി റോസ് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഷബന സിയാദാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.